വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്നാണ്. 65-ലധികം ആനകൾ ആനയൂട്ടിൻ്റെ ഭാഗമാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ആനയൂട്ടിന് 9 തരം പഴവർഗ്ഗങ്ങളും 200 കിലോയോളം അരിയുടെ ചോറും ഉൾപ്പെടെയാണ് തയ്യാറാക്കുന്നത്. 70,000-ലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്ന ഇക്കൊല്ലം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിശദാംശം നൽകും. സൂരജെ, കാറ്റടിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ കുട പറന്നു പോരുതേ. മഴയുടെ കാര്യം കൂടി പറഞ്ഞേക്കൂ ഇതിനിടയിൽ. തൃശ്ശൂരിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയെ തുടർന്നാണ് ഈ അവധിയൊക്കെ തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ തൃശ്ശൂരുകാരെ സംബന്ധിച്ച ആന എത്തിയാൽ ഒരു മഴയും പ്രശ്നമല്ല. അതാ ഇപ്പോൾ തന്നെ, അതായത് ഏകദേശം 9 മണിയോട് അടുത്തായിരിക്കും ഈ ആനയൂട്ട് തുടങ്ങുക. പക്ഷേ ഇപ്പോൾ തന്നെ വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ഇത് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്താണ്. ഇതാ വരിവരിയായി അങ്ങനെ കരിവീരന്മാർ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. 65ഓളം ആനകൾ ഇക്കുറി ആനയൂട്ടിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ദേവസ്വം കരുതുന്നത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ SKN ഈ ഏഷ്യൻ ഗെയിംസിൽ പണ്ട് ആനകളെ പങ്കെടുപ്പിച്ചതിന് ശേഷം, അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിന് ശേഷം ആനകളെ തിരിച്ചെത്തിച്ചപ്പോൾ അന്ന് ആനകൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ ആനയൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക്, ചടങ്ങിലേക്ക് ഈ ദേവസ്വം കടക്കുന്നത്. 1985-ൽ തുടങ്ങിയ ആനയൂട്ടാണ്. അതിപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ പാരമ്പര്യം പേറിക്കൊണ്ട് ഇപ്പോൾ കൂടുതൽ ആനകൾ ഇവിടെ എത്തുന്നു. ഇക്കുറി 7 പിടിയാനകൾ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആനകളുടെ ഒരു പ്രാഥമിക പരിശോധനയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ആനകളെല്ലാം അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ നെറ്റിപ്പട്ടം ഒക്കെ കെട്ടിവരുന്ന, അണിഞ്ഞൊരുങ്ങി എത്തുന്ന, ആടയാഭരണങ്ങളോടുകൂടി എത്തുന്ന ആനയാണ് കാണാറുള്ളത്. അതിന്റെ ഒരു തനത് ഭംഗിയിൽ, അതായത് കരിവീരന്മാർ അങ്ങനെ മഴയത്ത് നിൽക്കുന്ന ആനയുടെ അതേ ചേല്, അതായത് ഒരു തരത്തിലുള്ള ആഭരണങ്ങളും അണിയാതെയുള്ള ആനയുടെ ചേല് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ നിമിഷമായാണ് എല്ലാവരും ഈ ആനയൂട്ടിനെ കാണുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ഈ ആനയൂട്ടിന് ശേഷം ആനകൾക്ക് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേക ചികിത്സ അടക്കം ഉണ്ടാകും. ഇന്ന് 9 തരം പഴവർഗ്ഗങ്ങളും 200-ലധികം കിലോയുടെ ചോറുമാണ് ഈ ആനകൾക്ക് നൽകുക. ഇതിന് മുന്നോടിയായുള്ള മഹാഗണപതി ഹോമം അടക്കം പൂർത്തിയായിരിക്കുന്നു. ഇനി ക്ഷേത്രത്തിനകത്തെ ചില ചടങ്ങുകൾ കൂടി പൂർത്തിയായാൽ ആനയൂട്ടിലേക്ക് കടക്കും. SKN കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി ആനയൂട്ടിൽ പങ്കെടുക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടി അദ്ദേഹം ഈ പ്രത്യേക പൈനാപ്പിൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നടക്കം ആനകൾക്ക് അന്ന് എത്തിച്ചു നൽകിയതാണ്. എന്തായാലും കേന്ദ്രമന്ത്രി കൂടി ഇക്കുറി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അതിന്റെ ആകർഷണം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. SKN സൂരജ് സജി.